ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മാലിന്യമുക്ത കേരളത്തിനായി കൈകോർക്കാം. മാലിന്യം ഇന്ന് ലോകത്ത് തന്നെ വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. നാടിന്റെ വികസനത്തോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വസ്തുതയാണ് മാലിന്യ പ്രശ്നവും. മാനുഷിക പ്രവർത്തനങ്ങൾ വഴി പലതരത്തിലുള്ള മാലിന്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിക്കുകയാണ്. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ ഖരമാലിന്യമുക്തമാക്കാൻ വേണ്ടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത്. തുടർന്ന് ഏപ്രിൽ 5 വരെയുള്ള തീയതികളിലായി ജില്ലാതല പ്രഖ്യാപനങ്ങളും നടക്കും. ഹരിത പദവിയിലെത്തിയ സ്കൂളുകൾ, കലാലയങ്ങൾ, നഗരങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, ലൈബ്രറികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവയുടെ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം നടന്നു. മന്ത്രി ശ്രീ MP രാജേഷ് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ വ്യക്തിക്കും അതൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന അടിസ്ഥാന തത്വം ബോധ്യപ്പെടുത്തുക എന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ഹരിത കേരള മിഷനും എല്ലാം നമ്മുടെ എല്ലാ ഏജൻസികളും എണ്ണയിട്ട യന്ത്രം പോലെ ഏകോപിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ആ പ്രവർത്തനത്തിന്റെ ഒരു വലിയ നാഴികക്കല്ലാണ് ഇപ്പോൾ നാം പിന്നിടുന്നത്. വലിയ നേട്ടമാണ് നാം കൈവരിച്ചിട്ടുള്ളത്. ഇതോടുകൂടി നമ്മുടെ ലക്ഷ്യം കൈവരിച്ചു എന്ന് കരുതി നമുക്ക് അലസരായിട്ട് ഇരിക്കാനാവില്ല. ഇനിയും വലിയ വെല്ലുവിളികളുണ്ട്. അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ നാം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുക, സുസ്ഥിരമാക്കുക എന്നതൊരു വലിയ വെല്ലുവിളിയാണ്. ഇത് വലിയ കൂട്ടായ ഒരു അധ്വാനത്തിലൂടെ, എഫർട്ടിലൂടെ നാം നേടിയെടുത്തതാണ്. നമ്മൾ അതീവ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ, തുറന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വളരെ വേഗം പഴയതിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രദ്ധയും ഉത്തരവാദിത്വവും തദ്ദേശ സ്ഥാപന തലത്തിൽ ജനപ്രതിനിധികൾ തന്നെ പുലർത്തേണ്ടതുണ്ട്. അതേ മാറ്റത്തിന് വേഗം കൈവന്നത് ജനപ്രതിനിധികൾ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോഴാണ്. കാരണം ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാനും ജനങ്ങളെ ഇതിലേക്ക് അണിനിരത്താനും ഒക്കെ കഴിയും. അത് നിലനിർത്തുന്നതിനും ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 1034 802 തദ്ദേശ സ്ഥാപനങ്ങളാണ് നമ്മൾ നിശ്ചയിച്ച 13 മാനദണ്ഡങ്ങളിൽ 80% കൈവരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഊന്നേണ്ട കാര്യം ഒന്ന്, ഈ നേട്ടങ്ങൾ നിലനിർത്തുന്നതിലാണ്. ഈ ആത്മവിശ്വാസം കൈമുതലാക്കി ഈ ക്യാമ്പയിന്റെ അനുഭവങ്ങൾ വലിയ പ്രചോദനവും ഊർജവും നൽകുന്നതാണ്. അത് നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അവശേഷിക്കുന്ന ലക്ഷ്യങ്ങൾ കൂടി കൈവരിക്കാൻ കഴിയണം എന്നാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇപ്പോ ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ച എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ദിവസം തന്നെ 11,000 ടണ്ണിലധികം ഖരമാലിന്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ്. രാജ്യത്ത് ഒരു ദിവസം 1.25 ലക്ഷത്തോളം ടൺ ഖരമാലിന്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ കണക്ക് ലോകത്ത് കണക്കാക്കിയാൽ ഭീകരമായ അളവിലാണ് ഓരോ ദിവസവും ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കാണാം. വായു, ജലം, മണ്ണ് എന്നിവ ഇത്തരം പ്രവർത്തനങ്ങൾ വഴി മലിനപ്പെടുമ്പോൾ അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ എത്രത്തോളം ബാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യമുക്ത കേരളം ക്യാമ്പയിനിൽ വളരെ വലിയ പങ്കാണ് ഉള്ളത്. വാർഡ് തലത്തിലെ ഓരോ ജനപ്രതിനിധിയും ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഹരിത കർമ്മസേനകളുടെ സഹായത്തോടെ എല്ലാ വീടുകളിലും ഇതിന്റെ പ്രാധാന്യവും ബോധവൽക്കരണവും നടത്തേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ,
സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി എല്ലാവരും ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി. തിരുവനന്തപുരം കരകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ടി സുനിൽകുമാർ. കരയും കടലും നമ്മുടെ പരിസ്ഥിതി ആകെയും തകരാറിലാക്കുന്നൊരു വലിയ പ്രശ്നമായിപ്പോൾ മാലിന്യ പ്രശ്നം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് നമുക്ക് അവിടെ എവിടെയായി ഒരു വീടും ഇഷ്ടംപോലെ പറമ്പുകളും വലിച്ചെറിയാനൊന്നുമില്ലാത്തൊരു ദാരിദ്ര്യക്കാലം, ധാരാളിത്തത്തിൻ്റെതല്ലാത്തൊരു കാലത്ത് നിന്ന് അതിധാരാളിത്തത്തിൻ്റെ ഒരു കാലത്തിലാണ്. കേരളം തന്നെ ഇപ്പോൾ ഒരു നഗരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശരാശരി ഇന്ത്യൻ ജനസാന്ദ്രതയുടെ 3 ഇരട്ടിയാണ് ഇവിടെ തങ്ങിക്കൂടി. സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും പ്ലാസ്റ്റിക് ഒരു പുതിയ വില്ലനായി വന്നിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നതിൽ വരുന്ന അശ്രദ്ധ അങ്ങനെ ഒരു വെല്ലുവിളിയെ എങ്ങനെ കേരളം കൂട്ടായി നേരിടണം എന്നുള്ള നിലയിൽ വളരെ ശക്തമായ ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ, ശുചിത്വ മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശ്രീ എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ കാര്യത്തിൽ. അപ്പോൾ അവനവൻ്റെ മാലിന്യം അവരവരുടെ തന്നെ ഉത്തരവാദിത്വമായി മാറിത്തീരുന്ന ആ നിലയിലേക്ക് നമ്മുടെ സംസ്കാരം വളർന്ന് മാറേണ്ടതുണ്ട്. ഇത്രമാത്രം വ്യാപകമായ ക്യാമ്പയിൻ ശക്തിയായി സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോഴും ആളുകളുടെ മനോനിലയിൽ വരുന്ന മാറ്റം അത് വളരെ പ്രധാനമാണ്. മനസ്സാണ് മാറേണ്ടത്. ആളുകളുടെ മനസ്സ് മലിനമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് വലിച്ചെറിയുന്ന ഓരോ കവറുകളും ചാക്കുകളും ഒക്കെ തന്നെ. അപ്പോൾ നല്ല നിലയ്ക്ക് ക്യാമ്പയിൻ തുടരേണ്ടതുണ്ടെന്നാണ് കാലം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു മാർച്ച് 30 അവസാനിക്കേണ്ട ഒന്നല്ല. ശക്തിയായി ആ നടപടികൾ സർക്കാർ തുടരുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളാകെ ഏറ്റെടുക്കും. ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ 30 കേരളത്തിൻ്റെ ഭക്ഷ്യമന്ത്രിയാണ് കരകുളത്ത് പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ വെച്ച് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി കരകുളത്തെ പ്രഖ്യാപിക്കാൻ. ആ പ്രവർത്തനങ്ങൾ അന്തിമമല്ല, തുടർച്ചയുള്ളതാണ്. ആ തുടർച്ചയിൽ എല്ലാവരും അണിചേരണം. അത് ഈ നാടിൻ്റെ അടുത്ത തലമുറയ്ക്ക് ഈ മണ്ണിനെ, ജലത്തെ, പരിസ്ഥിതിയെ സംരക്ഷിച്ച് കൈമാറേണ്ട ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ആ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അജൈവ മാലിന്യങ്ങളുടെ വാതിൽപ്പടി ശേഖരണം സംസ്ഥാനത്ത് 89% ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ശുചിത്വവും മാലിന്യ പരിപാലനം എന്നീ മേഖലകളിൽ സംസ്ഥാനത്ത് നിർണായക പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വീട്ടിലും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് നമുക്ക് ഏറെ പ്രയോജനപ്പെടുത്താം. ജൈവ മാലിന്യ സംസ്കരണം പഞ്ചായത്തുകൾ മുഖേന അതിനുള്ള ബോധവൽക്കരണവും പ്രായോഗിക വശങ്ങളെക്കുറിച്ചുള്ള അറിവും നൽകുന്നുണ്ട്. ഇത്തരം മാലിന്യങ്ങൾ ശാസ്ത്രീയമായി എന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ കമ്പോസ്റ്റാക്കി മാറ്റാവുന്നതാണ്. ഇത് കൃഷിയിൽ പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. വീടുകളിൽ പച്ചക്കറി വളർത്തുന്നതിൽ ഏറെ പേർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. നഗരങ്ങളിൽ ടെറസിൽ കൃഷി ചെയ്യാൻ ഏറെ പേർക്കും താല്പര്യവുമാണ്. അത്തരം കൃഷികൾക്കെല്ലാം ഈ ജൈവ മാലിന്യത്തെ സംസ്കരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശ്രീ ടി സുനിൽകുമാർ തുടരുന്നു. കരകുളത്ത് മികച്ച സംസ്കരണം, മികവുറ്റ സംസ്കാരം എന്ന പേരിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തന്നെയുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തമാക്കി വ്യാപിപ്പിക്കുക. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ശേഖരണ ബിന്നുകൾ വീടുകളിൽ പരമാവധി സൗജന്യമായി എത്തിച്ച് അത് വലിച്ചെറിയാതിരിക്കാനുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുക. കവലകളിൽ എല്ലാ ജംഗ്ഷനിലും ലിറ്റർ ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം നടക്കുന്നു. കുന്നുകൂടിയ മാലിന്യങ്ങൾ അവിടെ എവിടെയായി ഇങ്ങനെ വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങൾ തെരുവുകളിലും കവലകളിലും എല്ലാം നിറഞ്ഞിരുന്ന അവസ്ഥയ്ക്ക് വലിയ മാറ്റമാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ളത്. പുതുതായി കരകുളം ഗ്രാമപഞ്ചായത്തിൽ 10 തൊഴിലാളികളെ തന്നെ ഇതിനായി നിയമിക്കുകയും കുറച്ച് കേന്ദ്ര സഹായവും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും അവിടെയെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളെ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ച് അവിടെയെല്ലാം ഹരിതാഭമാക്കി മാറ്റാൻ ഉള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പരിശോധനകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കാൻ പുതിയൊരു ഹെൽത്ത് ഇൻസ്പെക്ടറെ തന്നെ നിയമിച്ചു. അവിടെ കടകളിലെല്ലാം നടത്തിയ പരിശോധനകൾ നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പന നടത്തിയിരുന്ന ആളുകളിൽ നിന്നും വലിച്ചെറിയപ്പെട്ട നിലയിൽ കണ്ടുപിടിക്കപ്പെട്ട ക്യാമറ നിരീക്ഷണത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതടക്കം ചേർത്ത് കഴിഞ്ഞ കുറച്ച് നാളിനിടയിൽ 5.5 ലക്ഷം രൂപയുടെ പിഴയാണ് ഇവിടെ കരകുളത്ത് ഇപ്പോൾ ചുമത്തി വന്നിട്ടുള്ളത്. അത് നാട്ടിലെ ശുചീകരണ പ്രവർത്തനത്തിന് തന്നെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ്. അപ്പോൾ നടപടികളും ശക്തിപ്പെടുത്തി ബോധവൽക്കരണവും ഒരേ സമയം മുന്നോട്ടാണ് കൊണ്ടുപോകുന്നത്. കരകുളത്തെ പ്രധാന റോഡിന് സമാന്തരമായിട്ടുള്ള പൈപ്പ് ലൈൻ ഏതാണ്ടൊരു മാലിന്യ കൂമ്പാരത്തിന് വഴിവെക്കുന്ന ഒന്നായി കാലാകാലമായി പ്രയോജനരഹിതമായി കിടന്ന ആ ഭാഗത്തെ കരകുളം ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതിയിലൂടെ തന്നെ മാലിന്യ വഴികളിൽ പൂക്കളും പച്ചക്കറികളും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഹരിതവീതി കഴിഞ്ഞ ഓണക്കാലത്ത് ആവശ്യത്തിന് നമ്മുടെ നാട്ടിലെ പൂക്കളങ്ങളിലേക്ക് അവിടുന്ന് പൂക്കളെത്തി, പച്ചക്കറികളെത്തി, വീണ്ടും പച്ചക്കറി കൃഷിയിലേക്ക് പൈപ്പ് ലൈൻ വികസിപ്പിച്ച് ഒരു ഹരിതാഭമായ കാഴ്ച ഭംഗിയൊരുക്കുന്ന ഒരിടമായി പൈപ്പ് ലൈൻ റോഡ് ഇപ്പോൾ മാറിത്തീർന്നിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് എന്ന ശുചിത്വ മിഷൻ്റെ ഒരു പദ്ധതി വട്ടപ്പാറയിൽ പ്രവർത്തിച്ചു വരുന്നു. കരകുളത്ത് പൂർത്തിയായി എൻ്റെ ഉദ്ഘാടനത്തിന് തയ്യാറായി വരുന്നുണ്ട്. ജനസംഖ്യാ വർധനവും പലതരത്തിലുള്ള വ്യവസായങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും വഴി
രാസമാലിന്യവും ഇലക്ട്രോണിക്സ് മാലിന്യങ്ങളും കൂടുകയാണ്. മണ്ണിനെയും വെള്ളത്തെയും മാത്രമല്ല അന്തരീക്ഷവും മലിനപ്പെടുകയാണ്. ഇത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഹാനികരവുമാണ്. മഴക്കാടുകൾ കുറയുന്നതും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും എല്ലാം ഭൗമമണ്ഡലത്തിലെ സുസ്ഥിര ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായാണ് ബാധിക്കുക എന്ന ബോധം നമുക്കുണ്ട്. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനവും അത് സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം കുറച്ചുകൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങളുടെ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കനുസരിച്ചാണ് ജീവന്റെ നിലനിൽപ്പ്. ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ ജീവജാലങ്ങളും വനങ്ങളും എല്ലാം ചേർന്ന ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ സംഭാവനയാണ്. ഡോക്ടർ ഖമറുദ്ദീൻ ഫൗണ്ടേഷൻ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പ്രസിഡന്റ് ഡോക്ടർ ബി ബാലചന്ദ്രൻ. ശുചിത്വം ശീലിക്കേണ്ട ഒന്നാണ്. അത് ശീലിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ടാകണം. വീട്ടിലും നാട്ടിലും അതുണ്ടായേ മതിയാകൂ. മുതിർന്നവർ ശീലത്തിന്റെ പാഠങ്ങൾ അനുഷ്ഠിക്കുന്നത് കുട്ടികൾ കണ്ടു വളരണം. അങ്ങനെയുള്ള ശീലത്തിൽ നിന്നേ മാലിന്യമുക്ത കേരളം, മാലിന്യമുക്ത ലോകം ഉണ്ടായി വരൂ. ഉള്ളിലാണ് ശുചിത്വത്തിന്റെ ബോധമുണ്ടാകേണ്ടത്. പുറമെ ഒരു ദിവസം കാണിക്കുന്ന മാലിന്യങ്ങളെ ഒഴിവാക്കുന്ന പരിപാടികൾക്ക് അത്ര വലിയ പ്രസക്തിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പ്രതിജ്ഞ എടുത്തതുകൊണ്ട് മാറ്റാവുന്ന ഒരു പ്രക്രിയയും അല്ലിത്. നേരെ മറിച്ച് ബാല്യം മുതലേ ഒരു കുഞ്ഞ് കണ്ട് കേട്ട് കേട്ട് ശീലിച്ച് അവബോധമായി വളരേണ്ടുന്ന ഒന്നാണ് ശുചിത്വബോധം. അങ്ങനെ വളരുന്ന ഒരു ജനതയും മലിനമാക്കാൻ ഒരിടത്തെയും അനുവദിക്കുകയില്ല. എല്ലാ പൊതു ഇടങ്ങളും പൊതുജനത്തിനുള്ളതാണ്. എല്ലാവർക്കും തുല്യമായ അവകാശമുള്ളത്. അവിടെ ഒരാൾക്കും അധികാരം സ്ഥാപിക്കാൻ അവസ്ഥയുണ്ടാകരുത്. ഈ ഒരു ബോധം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരം ബോധമുള്ള ജനതയ്ക്ക് അവിടം ശുദ്ധിയോടെ കാത്തുരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മാലിന്യത്തിന്റെ സ്രോതസ്സുകളിൽ ഇടപെടേണ്ടതുണ്ട്. ഭൂമി, ആകാശം, വായു, ജലം എന്നീ മേഖലകളെല്ലാം ശുദ്ധിയുള്ളതാക്കി തീർക്കണമെങ്കിൽ അധികാര കേന്ദ്രങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. എന്റെ നിന്റെ അഥവാ എന്റേത് നിന്റേത് എന്നുള്ള ചിന്തയ്ക്കു പകരം നമ്മുടേതെന്ന ചിന്ത ഉണ്ടായി വന്നാലേ ഇതെല്ലാം സാധ്യമാകൂ. ഇന്നത്തെ യന്ത്ര സംവിധാനങ്ങൾ മാനുഷിക പ്രവർത്തനങ്ങളെ വളരെയേറെ ലഘൂകരിച്ചിരിക്കുന്നു. പുതുമകളുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിയിരിക്കുന്നു. വികസനത്തിന്റെ വ്യഗ്രതയിൽ വായുവും വെള്ളവും മണ്ണും അന്തരീക്ഷവുമെല്ലാം മലിനമാകുന്നത് അറിയുന്നില്ല. നഗര വ്യവസായവൽക്കരണം ആധുനിക ജീവിതത്തിന് ആവശ്യമാണെന്നിരിക്കെ അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു എന്നതിനും വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ജൈവമണ്ഡലത്തിലെ ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നാം കാണാതെ പോകരുത്. എല്ലാ ജീവജാലങ്ങളുടെയും സുസ്ഥിര ജീവനത്തിനായി, മാലിന്യമുക്ത കേരളത്തിനായി, രാജ്യത്തിനായി, ഭൂമിക്കായി നമുക്ക് കൈകോർക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.